ഈ സ്ട്രോബെറി ചോക്ലേറ്റ് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ? അതേപോലെ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പം നമ്മളിങ്ങനെ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇവിടെ കയറിയത്. ഈ ഫ്രഷ് സ്ട്രോബെറിൻ്റെ മേലെ ചോക്ലേറ്റ് ഇങ്ങനെ കോരി ഒഴിക്കുന്ന കാണുമ്പോൾ ആ ഗ്ലാസ് ഒന്ന് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇവരെന്നോട് 1 മിനിറ്റ് എന്ന് പറഞ്ഞു. എന്തിനായിരിക്കും 1 മിനിറ്റ് പറഞ്ഞതെന്ന് ഒരു പിടിയില്ല. നോക്കുമ്പോൾ ഇവരിതാ കുറച്ചും കൂടി സ്ട്രോബെറീസ് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മേലൊക്കെ വീണ്ടും ചോക്ലേറ്റ് ഇതാ ഒഴിച്ച് തന്നു. അങ്ങനെ ആ ഗ്ലാസ് എൻ്റെ നേരെ നീട്ടിയപ്പോഴാണ് ഞാൻ ഈവാനോട് പറഞ്ഞത് ഗ്ലാസ് എടുത്തിട്ട് ട്രൈ ചെയ്യാനേ. കാരണം അങ്ങനെയാണല്ലോ എല്ലാ അമ്മമാരും, ഇങ്ങനെ ആദ്യം കുട്ടികൾക്ക് കൊടുത്തിട്ടാണല്ലോ ബാക്കി കേൾക്കുക. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോഴാണ് ഈവാൻ്റെ എക്സ്പ്രഷൻ കാണാം. അങ്ങനെ അവിടുന്ന് ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് പറയാനുള്ളത് ഈ ഒരു സംഭവമാണ്, പനീർ പഫ്സ്. ഒരു രക്ഷയില്ല. ഭയങ്കര സോഫ്റ്റ്, ഭയങ്കര ഫ്ലഫി, അതിലിങ്ങനെ എന്താ പറയുക, ഭയങ്കര സോഫ്റ്റായിട്ട് ഇങ്ങനെ അലിഞ്ഞു. അപ്പോൾ ഈ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഊട്ടിയിൽ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ മോഡീസ് ഊട്ടി ചോക്ലേറ്റ്സിൽ വരാം. സാധാരണ ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ് എന്ന് എഴുതി വെച്ച മാതിരിയല്ല, ഇവരുടെ ക്വാളിറ്റീസൊക്കെ കുറച്ചും കൂടി നല്ലതാണ്. എൻ്റെ ഹസ്ബൻഡ് ഇതേപോലത്തെ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ ഷോപ്പ് ചെയ്തിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ആര് കഴിച്ച് തീർക്കാനാണ്. പക്ഷേ വണ്ടിയിൽ നിന്ന് ട്രൈ ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റായിരുന്നു, കുറച്ചുകൂടി മേടിക്കായിരുന്നു. അപ്പം ഇനി ഊട്ടിയിൽ ട്രിപ്പ് പോകുമ്പോൾ ഈ സ്പോട്ട് മറക്കണ്ട. യല്ലോ ബൈ.